ഹായ്, ഞാൻ ആഷിഖ്. എക്സ്പെർട്ട് ഗ്ലോബൽ എന്ന കമ്പനിയുടെ ഫൗണ്ടറാണ്. റീസെന്റ് എന്നെ പോഡ്കാസ്റ്റ് ഇറങ്ങിയ സമയത്തും അതേപോലെ കമ്മ്യൂണിറ്റി ഇവന്റുകളിൽ പോകുന്ന സമയത്തും എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് പഠിച്ചെടുത്തത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ആ സമയത്ത് ഞാൻ അതിന്റെ ആൻസർ കൊടുക്കാറുണ്ടെങ്കിലും അതൊന്നും പ്രോപ്പറായിട്ട് കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതേപോലെ പോഡ്കാസ്റ്റ് ഇറങ്ങിയ സമയത്ത് ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ താഴെ പോഡ്കാസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. അത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അതുപോലെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് എത്തിയതെന്നൊക്കെ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടണമെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. അതായത് ഞാൻ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയത് എന്ന് പറയുമ്പോൾ അത് ടെക്നിക്കൽ സൈഡിലോട്ട് പോകും. അതായത് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ലാംഗ്വേജ് പഠിച്ചു, അതേപോലെ ഈ ഒരു സ്ഥാപനത്തിൽ പഠിച്ചു, ആ രീതിയിൽ ടെക്നിക്കൽ സൈഡിലോട്ട് പോകേണ്ടി. അപ്പോൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് പകരം ഞാൻ എന്തിനാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയെന്ന് ആദ്യം പറയാം. അതായത് എന്താ പറയുക, നമുക്ക് ഒരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലക്ഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലും പർപ്പസ് ഉണ്ടാവുമല്ലോ. അതായത് IT ആയിക്കോട്ടെ, വേറെ ഏത് കരിയർ ആയിക്കോട്ടെ, അപ്പോൾ നമുക്കൊരു പർപ്പസ് ഉണ്ടാവില്ല. ആ പർപ്പസ് എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതായത് ടെക്നിക്കൽ സൈഡ് വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ എന്തിനാണ് ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന ഈ ഒരു ഫീൽഡിലോട്ട് എത്തിപ്പെട്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്. അതായത് ഒരു ടെക് ബേസ്ഡ് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് എത്തുന്നതും ഇതിനെപ്പറ്റി പഠിച്ചതും ഇതിൽ കുറെ കമ്പനികൾ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആയതൊക്കെ ആ ഒരു ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു. അതായത് ഞാൻ 2019 ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്. അതിനു മുൻപ് ഞാൻ വേറെ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജോലികളൊക്കെ ചെയ്ത് അതിനുശേഷം എനിക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, അതും ടെക് ബേസ്ഡ്, അതായത് ഒരു മൊബൈൽ ആപ്പ് ബേസ്ഡ് സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ ടെക്നിക്കൽ സൈഡിലുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് എത്തിപ്പെടുകയായിരുന്നു. അതായത് ഞാൻ ഇനീഷ്യൽ ടൈമിൽ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം, അതേപോലെ പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലും ബിൽഡ് ചെയ്യാം, ആ രീതിയിൽ തന്നെയായിരുന്നു ഞാൻ പോയത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ഫെയിലിയർ വന്നതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു ഫീൽഡിനെ പറ്റി പഠിച്ചത്. അതേപോലെ ഈ കോഡിങ് പഠിച്ച് ഇതിലൊരു ജോലിയിലോട്ട് കയറണമെന്ന് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആക്സിഡന്റലി ഞാനൊരു ജോബിലോട്ട് എത്തിപ്പെട്ടു. അതിനുശേഷം ഏകദേശം ഒരു മൂന്നോളമല്ല, ഏകദേശം ഇന്റേൺഷിപ്പ് അടക്കം 5 കമ്പനികളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതായത് അതിനിടയിൽ ചെറിയൊരു കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഇത്ര എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എനിക്ക് വലിയ ഡിഗ്രി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഞാനൊരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ആയതോ അങ്ങനെയൊന്നും അല്ല. എനിക്ക് കമ്പ്യൂട്ടറായിട്ട് യാതൊരു പരിചയം ആ സമയം വരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു ഫീൽഡിലോട്ട് വരണമെന്നൊരു ആഗ്രഹം തോന്നി. അതായത് എനിക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങണം. അപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ ഈ ടെക് പഠിച്ചാൽ അല്ലെങ്കിൽ കോഡിങ് പഠിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. കാരണം എനിക്കൊരു മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് പഠിക്കാനുണ്ടായിരുന്നു. അതായത് ഒരു മൊബൈൽ ആപ്പ് ചെയ്യണം. അപ്പോൾ മൊബൈൽ ആപ്പ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഒരു സർവീസ് കമ്പനികളിൽ നിന്ന് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും നമ്മുടെ കൂടെ, അതായത് ഒരു സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ വേറൊരു പാർട്ണറെ കൂട്ടാമല്ലോ. അപ്പോൾ അങ്ങനെ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതൊന്നും അല്ലാതെ മൂന്നാമത്തെ രീതിയാണ് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ബെനിഫിറ്റ് ആയിരിക്കും. കറക്റ്റ്ലി നമുക്കൊരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റും. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് കമ്പനികളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതിനിടയിൽ കുറേ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ശ്രമിച്ചിട്ടും ഫെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോയി ഫൈനലി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു പ്രൊഡക്റ്റ് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി രജിസ്റ്റർ ചെയ്തു. അപ്പോൾ കുഴപ്പമില്ലാതെ അതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ടെക്നിക്കൽ സൈഡ് അറിയാവുന്നത് കൊണ്ട് എൻ്റെ സ്റ്റാർട്ടപ്പ് കമ്പനി ഈസി ആയിട്ട് റൺ ചെയ്യാനും അതേപോലെ വലിയ സ്ട്രഗിളിങ് ഇല്ലാതെ മുന്നോട്ട് പോകാനൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും പർപ്പസ് കണ്ടെത്തുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു കരിയർ പാഷനാണോ, അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ട് ഈ കരിയറിലോട്ട് എത്തിപ്പെട്ടതാണോ, അല്ലെങ്കിൽ ഈ ജോലിയുടെ ഒരു ഗ്ലാമർ സൈഡ് കണ്ടിട്ട് എത്തിപ്പെട്ടതാണോ, ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതായത് എന്താ പറയുക, നമ്മളൊരു പാഷൻ വെച്ചിട്ട് ഈ ഫീൽഡിലോട്ട് വരുന്നത്, ഈ ഫീൽഡിൽ നിന്നല്ല, IT ഫീൽഡിൽ നിന്നല്ല, നിങ്ങൾ ഏത് കരിയർ എടുത്തു കഴിഞ്ഞാലും ആ ഒരു രീതി പിന്തുടരുന്നത് നല്ലതായിരിക്കും. അല്ലാതെ ചെയ്യാം, അതായത് ഒരു ജോബ് എന്നുള്ള രീതിയിൽ നമുക്കൊരു കരിയറിലോട്ട്
കരിയറിലോട്ട് എൻ്റർ ചെയ്യാം. കുഴപ്പമില്ല, അതായത് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊരു മോശമായിട്ടുള്ള കാര്യം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളൊരു ജോലിയിലോട്ട് കയറിയതിന് ശേഷം അതിൽ നമ്മൾ തുടരുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിളിങ് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഇഷ്ടപ്പെട്ടിട്ട് കയറുന്നൊരു ഫീൽഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, അത് എഫക്റ്റ് ചെയ്യില്ല. നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആ രീതിയിലൊരു കരിയർ സെലക്ട് ചെയ്യാൻ നോക്കുന്നതായിരിക്കും ബെറ്റർ. അതായത് ഞാൻ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഈ കരിയറിൽ എത്തിയത് കൊണ്ട് എനിക്ക് ഇതിലുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡായിരുന്നു ഇത്. അതേപോലെ ഞാൻ പണ്ട് മുതലേ ഈ ഒരു ഫീൽഡിലോട്ട് എത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഫെയിൽ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് എത്താൻ പറ്റാത്തത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാതരം പ്രശ്നങ്ങളും എനിക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റാറുണ്ട്. ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് സ്ട്രഗിളിങ് ഉണ്ടായിരുന്നു, എങ്കിലും എനിക്കത് പിന്നീട് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ നിങ്ങളും ഒരു കരിയറിലോട്ട് എങ്ങനെ എത്താം എന്നതിന് പകരം എന്തിനാണ് കരിയർ ചൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. അതായത് എന്നോട് പലരും ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് എത്തിയതെന്നതിന് പകരം നമ്മൾ എന്തിനാണ് ആ കരിയർ ചൂസ് ചെയ്യുന്നതെന്ന് ആദ്യമേ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഒഴിവാക്കാൻ പറ്റും. അതായത് ഒരു ജോബിന് വേണ്ടിയിട്ട് ഒരു കരിയറിലോട്ട് കയറുന്നതും അതേപോലെ നമ്മളൊരു പാഷനായിട്ട് ഒരു കരിയറിലോട്ട് കയറുന്നത് രണ്ട് ഡിഫറെൻ്റ് ആണ്. അതായത് നമുക്ക് ഈസി ആയിട്ട് കയറാനൊക്കെ പറ്റും, അതായത് ഇനീഷ്യൽ ടൈമിൽ നമുക്ക് കയറാനൊക്കെ പറ്റും. പക്ഷെ ആ കരിയറിൽ നമ്മൾ തുടരുന്ന സമയത്തായിരിക്കും നമുക്ക് അതിൻ്റെ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ പരിഗണിച്ചിട്ട് ഒരു കരിയർ ചൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതേപോലെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് അയക്കുക. ഞാൻ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ടൈം വേറെ ടോപ്പിക്കായിട്ട്